ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും QSPSC ഹസൽ PYQയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് മുതൽ നമ്മൾ SCERT പുതിയ SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗം ഒരു ഓർഡറിൽ പഠിച്ചു തുടങ്ങിയാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ പാഠത്തിലേക്ക് നമുക്ക് പോകാം. പാഠത്തിൻ്റെ പേര് ഒറ്റയല്ലൊരു ജീവിതവും. കൊച്ചു കുട്ടികൾക്കുള്ള പാഠഭാഗമാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള പാഠഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് അല്ലേ. ഇനി ജീവികളും സമുദ്രത്തിലെ ജീവികളും അവരുടെ ആഹാരങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ചെറുമീനുകൾ പ്ലവകങ്ങളെ തിന്നുന്നു, കടലാമ സസ്യഭാഗങ്ങൾ മീനുകൾ എന്നിവയെ തിന്നുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, എന്താണ് പ്ലവകങ്ങൾ? ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. എന്താണ്? ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം അല്ലേ, പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് എന്ന് ചോദിക്കാം. അപ്പം ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. എത്ര ആഹാരബന്ധങ്ങൾ? കുട്ടികളുടെ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരിക്കുകയാണ്. ആവാസം. എന്താണ് ആവാസം? ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. ചിത്രത്തിൽ കൊടുത്താക്കുന്ന നോക്കൂ, പുൽമേടുകൾ, മരുഭൂമി, മഞ്ഞ് എല്ലാം ഓരോ ആവാസ വ്യവസ്ഥകളാണ് അല്ലേ. അടുത്തത്, എന്തുകൊണ്ട് കടുവാ സംരക്ഷണം? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെപ്പോലെ ജീവികളില്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കടുവാ സംരക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പം താഴെ കണ്ണിയിലുള്ള ജീവികൾ നശിച്ചു പോയി കഴിഞ്ഞാലും അതിന് പകരം വയ്ക്കാൻ മറ്റ് ജീവികളുണ്ട്. പക്ഷേ കടുവയെപ്പോലെ എണ്ണത്തിൽ വളരെ കുറഞ്ഞ ജീവികൾ നശിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ കടുവാ സംരക്ഷണത്തിന് അത്യധികം പ്രാധാന്യം കൊടുക്കുന്നത്. അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ആഫ്രിക്കൻ മുഷി. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. അപ്പം എന്തിനെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്? ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. എന്തിനാണ്? ആഫ്രിക്കൻ മുഷിയെ ആഹാരമാക്കുന്ന ജീവികളൊന്നും നമ്മളെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും? കുട്ടികളടുത്ത് ചോദിക്കുകയാണ്, എന്ത് സംഭവിക്കും? നമ്മുടെ കുളങ്ങളിലെ ആവാസ വ്യവസ്ഥ കംപ്ലീറ്റ് നശിച്ചു പോകുമല്ലേ. നമ്മുടെ നാട്ടിലെ ചെറിയ മത്സ്യങ്ങളും മറ്റും ഇവ തിന്ന് ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതായി പോകും. എന്നാൽ ഇവയെ തിന്നുന്ന തരത്തിലുള്ള ജീവികൾ നമ്മുടെ കുളങ്ങളിലോ മറ്റോ കാണപ്പെടുന്നില്ല. ഓക്കെ, ഇനി കുട്ടികളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളെയോ സസ്യങ്ങളോ ഉണ്ടോ എന്ന് കണ്ടെത്തുമെന്ന്. അധിനിവേശ സസ്യങ്ങൾക്ക് നമുക്ക് എന്താ ഉദാഹരണം പറയാം? കുളവാഴ, ആഫ്രിക്കൻ പായൽ, സിംഗപ്പൂർ ഡെയ്സി, ഇതൊക്കെ അധിനിവേശ സസ്യങ്ങളാണ് അല്ലേ. നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന കുളവാഴയൊക്കെ കൊണ്ട് നമ്മുടെ കുളങ്ങൾ മൊത്തം മൂടിക്കിടക്കുവാണ് അല്ലേ. ആഫ്രിക്കൻ പായൽ, കുളവാഴ, സിംഗപ്പൂർ ഡെയ്സി, അത്തരത്തിലുള്ള സസ്യങ്ങളൊക്കെ നമുക്ക് പരിചിതമാണല്ലേ. അടുത്തതായി ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ബന്ധമാണ് ആഹാര ശൃംഖല നമുക്കറിയാം അല്ലേ.
പുൽച്ചാടി പുല്ലിനെ തിന്നുന്നു, കോഴി പുൽച്ചാടിയെ തിന്നുന്നു, അങ്ങനെ പോകുന്ന ആഹാര ശൃംഖല നമുക്കറിയാം അല്ലേ. അടുത്ത എന്താണ്? പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. എന്തറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഫോട്ടോസിന്തസിസ് എന്താണെന്നറിയാം അല്ലേ, കൊച്ചുനാൾ തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അപ്പം ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ചുവപ്പ് നിറം, ഇലകളിലെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ആന്തോസയാനിൻ. ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ, മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫിൽ. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. വാതക വിനിമയം സസ്യങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതും ഉണ്ട് അല്ലേ. അതിനെന്താണ് പറയുന്നത്? സ്ട്രൊമാറ്റ എന്നാണ് പറയുന്നത് അല്ലേ, സ്ട്രൊമാറ്റ. ഓക്കെ, അപ്പം സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. സസ്യങ്ങളും മറ്റെല്ലാത്തിനെയും പോലെ തന്നെ ശ്വസിക്കുന്നു, ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയം പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. ഇതിനെ സഹായിക്കുന്നതാണ് വാതക വിനിമയത്തിന് സസ്യത്തിനെ സഹായിക്കുന്നതാണ് സ്ട്രൊമാറ്റ. പിന്നെ അർദ്ധപരാദങ്ങളെയും പൂർണ്ണപരാദങ്ങളെയും എപ്പിഫൈറ്റിനെയൊക്കെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിനു മുമ്പ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. ഇനി മരവാഴയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ കൊള്ളാം. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചെറിയ വേരുകൾ മരവാഴയെ എന്തിനു സഹായിക്കുന്നു? മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാനും. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനുമാണ് സഹായിക്കുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. വാസസ്ഥലത്തിന് മാത്രമാണ്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പം ചെറിയ വേരുകൾ, എപ്പിഫൈറ്റുകളിലെ ചെറിയ വേരുകൾ എന്തിനു സഹായിക്കുന്നു? മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാനും വലിയ വേരുകൾ ഈർപ്പം വലിച്ചെടുക്കാനുമാണ് സഹായിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇത്തിൽക്കണ്ണിയെക്കുറിച്ചാണ് പറയുന്നത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ അഥവാ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നു. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഇത്തിൽക്കണ്ണി ജലവും ലവണവും വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങളെന്ന് പറയുന്നു. ഇനി പൂർണ്ണപരാദങ്ങൾ, ടോട്ടൽ പാരസൈറ്റ്സിനെ കുറിച്ച് പറയുകയാണ്. ആതിഥേയ സസ്യങ്ങൾ ആരാണ്? എക്സാമ്പിൾ ആരെയാണ് പറഞ്ഞേക്കുന്നത്? മൂടില്ലാത്ത ആളിയാണ് പറഞ്ഞേക്കുന്നത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആർക്കാണ്? മൂടില്ലാത്ത ആളികൾക്ക്. പോഷക ഘടകങ്ങൾ മൊത്തത്തിൽ വലിച്ചെടുക്കും. ആതിഥേയ സസ്യത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത ആളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? പൂർണ്ണപരാദങ്ങളെന്ന് പറയുന്നു. അപ്പം എപ്പിഫൈറ്റ്സ് എങ്ങനെയാണ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് എപ്പിഫൈറ്റുകൾ മരങ്ങളെ ആശ്രയിക്കുന്നത് അല്ലേ. എപ്പിഫൈറ്റുകൾ മരങ്ങളെ ആശ്രയിക്കുന്നത്. എക്സാമ്പിൾ ഓർക്കിഡ്.
ഇനി അർദ്ധപരാതങ്ങളാണെങ്കിൽ ആതിഥേയ സസ്യത്തിൽ നിന്ന് എന്ത് ചെയ്യും? ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇത്തിൽക്കണ്ണി. ഇനി പൂർണ്ണപരാതം എന്താണ്? ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത ആലുകൾ പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. പോഷകങ്ങൾ കംപ്ലീറ്റ് താമസിക്കുക മാത്രമല്ല, പോഷകങ്ങൾ കംപ്ലീറ്റ് വലിച്ചെടുക്കും. അർദ്ധപരാതങ്ങളാണെങ്കിൽ തനിയെ പ്രിപ്പയർ ചെയ്യും, പക്ഷേ പൂർണ്ണപരാതങ്ങൾ കംപ്ലീറ്റ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം. വളരെ ചെറിയൊരു പാഠമാണ്. ഓക്കെ, ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.